പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ സജീവമായെങ്കിലും പ്രചാരണത്തിൽ നിന്ന് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വിട്ടുനിൽക്കുകയാണ്. കൊല്ലപ്പെട്ട ശ്രീനിവാസന്റെ വീട്ടിലെ സന്ദർശനത്തിലും പ്രശാന്ത് ശിവൻ പങ്കെടുത്തില്ല. നാളെ ചുവരെഴുതാനുള്ള ക്ഷണവും നിരസിച്ചു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഈ പാലക്കാട്ട് ബി.ജെ.പി. അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പടലപ്പിണക്കം തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെ അടുപ്പിക്കില്ല എന്ന നിലപാടെടുത്ത ആളുകളുണ്ട് പാലക്കാട്. അതുപോലെ തന്നെ പ്രശാന്ത് ശിവൻ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായ സമയത്തും ഒരു വിഭാഗം വലിയ തോതിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നേതൃത്വം ഇടപെട്ട് അവിടെ ഉണ്ടാക്കുമോ? മാധു സജി, ഈ പാലക്കാട് മണ്ഡലം ബി.ജെ.പി. അവരുടെ എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെ അവർക്ക് വിജയത്തിലേക്ക് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. മെട്രോമാൻ ഇ ശ്രീധരൻ പോലും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയിട്ടും തോൽവി അല്ലെങ്കിൽ തോറ്റുകൊണ്ട് മാറേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ ഇത്തവണ ബി.ജെ.പി. രംഗത്തേക്ക് ഇറക്കുന്നത് അവരുടെ വനിതാ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ മണ്ഡലത്തിലേക്ക് എത്തിക്കുമ്പോഴും ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിഭാഗീയ പ്രശ്നങ്ങൾ മൂലം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ പ്രതിസന്ധികളാണ് ഇപ്പോഴും ബി.ജെ.പി. അവിടെ നേരിടുന്നത് എന്ന് വേണം പറയാൻ. ഇപ്പോഴിതാ ബി.ജെ.പി. നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രനെ എത്തിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അവിടെ മത്സരിപ്പിക്കുന്ന വലിയ രീതിയിൽ ഒരു അതൃപ്തി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ശോഭാ സുരേന്ദ്രൻ ഈ പ്രചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസമായി പാലക്കാട് 3 ദിവസം മുമ്പാണ് പാലക്കാട്ടേക്ക് എത്തുന്നത്. പക്ഷേ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ എത്തിയപ്പോൾ ഈ ജില്ലാ നേതൃത്വം, പ്രത്യേകിച്ചും ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ ഇവർക്കൊപ്പം എവിടെയും എത്തിയിട്ടില്ല. RSS കാര്യാലയത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ STPയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ശ്രീനിവാസന്റെ വീട്ടിലേക്കും ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നു. ഈ സമയത്തും പ്രശാന്ത് ശിവൻ ഈ ശോഭാ സുരേന്ദ്രനൊപ്പം ഈ സ്ഥലങ്ങളിലേക്കൊന്നും എത്തിയിരുന്നില്ല. ഇതിന് കാരണം ഈ അതൃപ്തി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പാലക്കാട് മണ്ഡലത്തിൽ പ്രശാന്ത് ശിവനെ മത്സരിപ്പിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ വന്നിരുന്ന വിവരം. പിന്നീട് ഇത് പേര് മാറ്റിക്കൊണ്ട് പ്രശാന്ത് ശിവന്റെ പേര് മാറ്റിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയും ചെയ്തത്. ഈ പാലക്കാട് മണ്ഡലത്തിന് പകരം പിന്നീട് പ്രശാന്ത് ശിവന് നെന്മാറ സീറ്റ് നൽകും എന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ആ ധാരണയും ഇപ്പോൾ നടപ്പിലാവില്ല എന്നുള്ളതാണ് വിവരം പുറത്തു വരുന്നത്. നെന്മാറ മണ്ഡലത്തിൽ ഇത്തവണയും BDJS തന്നെ മത്സരിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ ഉള്ള ഒരു അതൃപ്തി ആയിരിക്കണം ഒരു പക്ഷേ ജില്ലാ നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രനോട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നാളെ ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ചുവരെഴുത്ത് പാലക്കാട് മണ്ഡലത്തിൽ ഉടനീളം നടത്തുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് പ്രശാന്ത് ശിവൻ എത്തില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രശാന്ത് ശിവനോട് അല്ലെങ്കിൽ പ്രശാന്ത് ശിവനോട് അടുത്ത ബന്ധമുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് പ്രശാന്ത് ശിവൻ ഈ പ്രചരണത്തിന്റെ ഭാഗമാവാത്തത് എന്നുള്ളതാണ്. എന്തായാലും BJPക്ക് അകത്ത് ഈ വിഭാഗത അത് ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട് മണ്ഡലം ജില്ലാ ഘടകത്തിന്റെ മേലിരിക്കുകയല്ലേ, അപ്പൊ സ്വാഭാവികമായും ആരെങ്കിലും ക്ഷണിക്കണോ? അദ്ദേഹമല്ലേ ക്ഷണിക്കേണ്ടത്? അതായത് ജില്ലാ അധ്യക്ഷന് പാലക്കാട് ജില്ലയിൽ ഉടനീളം എല്ലാ മണ്ഡലത്തിലേക്കും എത്തേണ്ടതുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥി പ്രചരണത്തിനായി മറ്റ് ജില്ലകളിൽ അല്ലെങ്കിൽ സംസ്ഥാന സമിതി അറിയിച്ചുകൊണ്ട് എത്തുമ്പോൾ കൃത്യമായി തന്നെ ജില്ലാ അധ്യക്ഷനെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രശാന്ത് ശിവനുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ അറിയിക്കുന്നത്. അത്തരത്തിലൊരു അറിയിപ്പ് പ്രശാന്ത് ശിവന് ലഭിക്കാത്തത് കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ പ്രചരണത്തിന് വേണ്ടി എത്തിയപ്പോൾ പ്രശാന്ത് ശിവൻ അവിടേക്ക് എത്താതിരിക്കാൻ കാരണമായത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നാളെ ഈ ചുവരെഴുത്ത് പരിപാടി അത് കൃത്യമായി തന്നെ പ്രശാന്ത് ശിവനെ അറിയിച്ചിരുന്നു. പക്ഷേ പ്രശാന്ത് ശിവൻ ആ പരിപാടിക്ക് എത്തില്ല. അതിന് കാരണം ഈ അതൃപ്തിയാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹത്തിന് പാലക്കാട് നൽകാമെന്ന് പറയുന്നു, പക്ഷേ പാലക്കാട് നൽകുന്നില്ല. അവിടേക്ക് ശോഭയെ എത്തിക്കുന്നു. നെന്മാറ നൽകാമെന്ന് പറയുന്നു, പക്ഷേ അവിടെയും പ്രശാന്ത് ശിവനെ പരിഗണിക്കാതെ കഴിഞ്ഞ തവണത്തെ പോലെ BDJSനെ തന്നെ അവിടെ വീണ്ടും പരിഗണിക്കാൻ വേണ്ടി പോകുന്നു NDA എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം പക്ഷേ പ്രശാന്ത് ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ BJP ജില്ലാ നേതൃത്വം ശോഭാ സുരേന്ദ്രനോട് ഇടഞ്ഞു നിൽക്കുന്നത്. ശരി, ഇനി സംസ്ഥാന നേതൃത്വം ഇടപെടുമോ എന്നത് നോക്കുകയും ചെയ്യാം. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.